ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ സംഭവബഹുലമായ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഞങ്ങൾ പിന്നെന്താ രണ്ടാമത്തതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രണ്ടാമത്തതിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു എന്നല്ല, ചിന്തയേ ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, 15 മണിക്കൂർ കൂടുതൽ എനിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് സാധാരണ എല്ലാവരും പറയാം ഡെലിവറി പെയിൻ എന്ന് പറയുമ്പോൾ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ ഡെലിവറി പെയിൻ മാറും എന്നാണ് പറയാറ്. പക്ഷെ എനിക്ക് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കതിൻ്റെ ഈ ഡ്രോമ എന്നൊക്കെ പറയത്തില്ലേ, അതിങ്ങനെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഞാൻ എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിടയ്ക്ക് അച്ഛനൊന്ന് വിളിച്ചു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പം പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു, ഇനി ഞാനങ്ങനെ ബേബി പ്ലാൻസ് ഒന്നുമില്ല, ഇനി ഒരാൾ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വേദനയും മറക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ഒരാൾ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്നതല്ലല്ലോ ദൈവം തരുന്നതെന്ന് പറയുന്ന പോലെ കുഞ്ഞിന് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഊട്ടിയിലോട്ടൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഏട്ടനവളൂടെ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും ഇങ്ങനെ എനിക്ക് ഡേറ്റ് ആവുന്നില്ല. അപ്പം എന്താ ഇങ്ങനെ ഒരു ഊഹയില്ല ഞങ്ങൾക്ക് കേട്ടോ. ഒട്ടും ഊഹമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഊഹമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ആയതാണ്. അപ്പം ഞങ്ങൾക്ക് ഇതൊരു ഊഹവും ഇല്ലാതിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം കുറേ ദിവസം ഇത് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കേട്ടോ. 15 ദിവസമൊക്കെ കഴിഞ്ഞ്. എന്നിട്ട് മനസ്സില്ല, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മനസ്സില്ല. കാരണം ഞാനിങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കുക, അല്ല എന്ന് ഉറപ്പിച്ച് വെച്ചേക്കുക. എന്നിട്ട് ഏട്ടൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പം കണ്ടപ്പോഴേ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ രണ്ടാമൻ പുറകെ തന്നെ കിടപ്പുണ്ട്. അത് കണ്ടപ്പോഴേ തകർന്നു പോയി. കാരണം ഒന്നാമത് മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ ആൾ ഫീഡിങ് നിർത്തിയിട്ടില്ല. അങ്ങനെ മോളെ ഓർത്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മോളെ ഓർത്തിട്ട്. അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ അവൾക്ക് 1 വയസ്സ് കഴിയുമ്പോൾ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഇത്രയും പഠിച്ചതല്ലേ. അപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ അച്ഛനിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ജോലിക്ക് പോകുന്നില്ലേ എന്ന്. അപ്പം ഞാൻ ജോലിക്ക് പോകാമെന്നൊക്കെ കരുതിയിട്ടിരുന്ന സമയത്താണ് രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ഫസ്റ്റ് തിങ്കിങ് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ. ഫുള്ള് മൈൻഡ് മൊത്തം നെഗറ്റീവ് ആയിരുന്നു. ഏട്ടന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോടെ കാര്യം ഓർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എന്ത് ചെയ്യണം, അവൾക്ക് ആകെ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അവിടെ ഫീഡിങ്ങിന് കാര്യമൊക്കെ പ്രശ്നം, അങ്ങനെയൊക്കെ. അപ്പം എന്ത് ചെയ്തു, അപ്പം ഫുൾ നെഗറ്റീവാണേ മനസ്സിൽ. അപ്പം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അബോർഷൻ അങ്ങനെ ഒരു ആരുടെയും മനസ്സിൽ അങ്ങനെ വരാനേ പാടില്ലാത്ത ചിന്തയാണ് കേട്ടോ. എന്നാൽ ആദ്യമേ മോളെ ഓർത്തിട്ട് മാത്രം കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി തീരുമാനിക്കാം, ഡോക്ടറിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ഫാത്തിമ തന്നെ പോയിട്ട് അവിടുത്തെ ആ സിസ്റ്ററാണല്ലോ, അപ്പോൾ സിസ്റ്ററിനെ കണ്ടു. അപ്പോൾ സിസ്റ്റർ എന്നോട് കുഴപ്പമൊന്നുമില്ല, അവർ പിന്നെ അവിടെ പ്രത്യേകിച്ച് വേറെ ടെസ്റ്റൊന്നും ചെയ്തില്ല കേട്ടോ. ഫസ്റ്റിലത്തെ ആണെങ്കിൽ അവർ പിന്നെ അവിടെ ചെന്നിട്ട് വീണ്ടും യൂറിൻ ടെസ്റ്റ് അതുപോലെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് എന്നോട് ചോദിച്ചു വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്താണോ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ്. അപ്പോൾ അവർ വേറെ ടെസ്റ്റൊന്നും ചെയ്തില്ല. അതെന്താ പറഞ്ഞില്ല, സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, മോൾക്ക് 1 വയസ്സായിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിപ്പോൾ വേണമെന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു ആരാ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കാൻ വേണ്ട. സാധാരണ 4 മാസമായിട്ട് കുഞ്ഞിന് 4 മാസം ഉള്ളപ്പം തന്നെ പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട്, അറിയാതിരിക്കുന്നവരൊക്കെ ഉണ്ട്, 4 മാസമായി കഴിഞ്ഞറിയുന്നവരുണ്ട്. അവരൊന്നും അങ്ങനെയുള്ളവരൊക്കെ ദൈവം ഗിഫ്റ്റ് തരുന്നതായിട്ട് വിചാരിച്ചാൽ മതി, അല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അവർ ഫോളിക് ആസിഡിൻ്റെ ഗുളികയൊക്കെ തന്നു. എന്നിട്ട് ഇറങ്ങി. എന്നിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. മനസ്സ് ഭയങ്കര കൺഫ്യൂഷനല്ല, ഭയങ്കര ടെൻഷൻ. ആരോടും പറഞ്ഞില്ല, ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല, അവിടെ എൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ സമയം എപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും. അപ്പോൾ മിക്കവാറും ഡോക്ടർമാരെല്ലാം ഗൈനക്കോളജിസ്റ്റുകളെല്ലാം ആ സമയമാകുമ്പോഴത്തേനും പോകുമല്ലോ. അതിൻ്റെ കൂടെ ബുക്ക് ചെയ്തവരായിരിക്കും കൂടുതലും നോക്കുന്നത്. അപ്പം വേറെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അവർ ഇല്ല, സമയം തീരാറായി, ഡോക്ടർ പോകാനായി എന്ന് പറഞ്ഞു. അപ്പോൾ
പുറത്തിറങ്ങി കേട്ടോ. വേറെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ഫുള്ള് ടെൻഷനാണ്. ടെൻഷൻ അടിച്ചിരുന്നപ്പം ദൈവത്തിൻ്റെ വിളി പോലെ ചേട്ടൻ വിളിച്ചു, എൻ്റെ ചേട്ടൻ വിളിച്ചു കേട്ടോ. ചേട്ടൻ വിളിച്ചു ഏട്ടൻ്റെ ഫോണിലോട്ട്. ചേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും വിളിച്ചതല്ല. ആണ് ആദ്യം ചേട്ടനോട് സംഭവം പറയുന്നത് കേട്ടോ. ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി സമാധാനം ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങളങ്ങനെ ചേട്ടനിങ്ങനെ ഇതിങ്ങനെ നെഗറ്റീവായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനൊന്നും ചിന്തിക്കല്ലേ, അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാ പിന്നെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ അറിയിക്കുന്നത്. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ചേച്ചിയെ വിളിച്ചറിയിച്ചു. പിന്നെ ചേട്ടൻ എല്ലാവരും അറിയിച്ചത് കേട്ടോ, എല്ലാവരും വീട്ടിൽ അറിയിച്ചത്. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നെയാണല്ലോ, വീട്ടിലെല്ലാവരും അങ്ങനെ പറഞ്ഞിട്ട് നിന്നെയാണ്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ടെൻഷന്. പിന്നെ എന്തായാലും ഇവിടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവിടെ എല്ലാവരോടും പറഞ്ഞു, ഇവിടെ എല്ലാവരോടും അറിയിച്ചേട്ടോ. ഇവർക്കും അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള പ്രശ്നമുള്ളൂ. മോള് ഇതുപോലെ 1 വയസ്സായതല്ലേ ഉള്ളൂ എന്നുള്ള വെച്ചാൽ പിന്നെന്താ. എന്നിട്ട് സമാധാനമൊന്നുമില്ല. എന്നാൽ ചേട്ടൻ വഴി എല്ലാവരും അറിഞ്ഞല്ലോ, അങ്ങനെ ഇതുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കാഞ്ചിയിൽ പോയി. കാഞ്ചിയിലും വള്ളിയൂർക്കാവിലും പോയി. കാഞ്ചിയിൽ രണ്ടിടത്തും പോയിന്ന് തോന്നുന്നു കേട്ടോ, എനിക്കങ്ങനെ ഒരു ഓർമ്മ. എന്തായാലും കാഞ്ചി പോയി അമ്മയോട് പറഞ്ഞു, കാമാക്ഷി അമ്മയോട് പറഞ്ഞു കേട്ടോ, ഇതുപോലെ എന്തായാലും ദൈവത്തിന് മുമ്പിൽ കൊടുത്തിട്ട് ഞങ്ങൾ തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചിട്ട് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ, എൻ്റെ മോനെ എടുത്തിരിക്കാണ്ട് നമ്മളങ്ങനെ നെഗറ്റീവ് അങ്ങനെ ചിന്തിച്ചെന്നുള്ള കാര്യം. ആ സമയത്ത് മോളുടെ കാര്യം മോള് എന്നുള്ള ഫോക്കസ് മാത്രം വെച്ചിട്ടാട്ടോ അങ്ങനെ ചിന്തിച്ച, അല്ലാതെ ആരും നെഗറ്റീവായിട്ടൊന്നും കരുതല്ലേ. അങ്ങനെ പിന്നെ മനസ്സ് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. മൈൻഡ് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ സമയം എടുത്തു. പിന്നെയാണെങ്കിൽ എൻ്റെ മോള് അതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക്, കുഞ്ഞു പിള്ളേർക്ക് അറിയാമെന്നുള്ള കാര്യം കേട്ടോ. എൻ്റെ മോള് തന്നെത്താനെ ഫീഡിങ് ഒക്കെ നിർത്തിയതാണ്, ഞാൻ നിർത്തിച്ചതല്ല കേട്ടോ. ഒരു 3-4 മാസം ആയപ്പോഴത്തേക്കും 4 മാസം വരെയൊക്കെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പതുക്കെ അവൾ തന്നെത്താൻ നിർത്തി അവൾ തന്നെത്താൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾ ഫീഡ് ചെയ്യുന്നില്ലേ. അപ്പം ഞാൻ പറയും, എൻ്റെ മോൾ തന്നെത്താൻ നിർത്തി, അവളെല്ലാം അമ്മയുടെ ഇത് അറിഞ്ഞിട്ട് അവൾ തന്നെത്താൻ നിർത്തി. പിന്നെ എനിക്ക് പ്രഗ്നൻസി ടൈം വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ അവൾക്ക് സ്ക്രീൻ ടൈം തുടങ്ങി. എന്നുവെച്ചാൽ മൊബൈൽ കാണിച്ച് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. കാരണം ഞാൻ അതുവരെ അവിടെ പുറകെ ഓടി അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി, ഇപ്പോഴും ഭയങ്കര മടിയാണ്. അപ്പോൾ ആ സമയത്ത് മോടെ പുറകെ ഓടിയായിരുന്നു ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പ്രഗ്നൻ്റായി 2 മാസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ക്ഷീണം, തലയിറക്കം, അങ്ങനെ അവിടെ പുറകെ ഓടാൻ പറ്റാതെ. അതുപോലെ വായിൽ ഫസ്റ്റിലെ പ്രഗ്നൻസി ഫുഡ് തന്നെ വായിൽ ആ ടേസ്റ്റ് വ്യത്യാസം വന്നു. അപ്പോൾ എനിക്ക് അവിടെ പുറകിൽ ഓടാനൊന്നും ഉള്ള ഊർജ്ജം ഇല്ലാതായി. അപ്പോൾ എന്ത് ചെയ്തു, സ്ക്രീൻ ടൈം തുടങ്ങി. അവൾക്ക് ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് എല്ലാവരും പറയും, ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കരുത്, ഫോൺ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഒരു കുഞ്ഞ് മോളെയും വെച്ചിട്ട് അങ്ങനെ എല്ലാം നെഗറ്റീവ് പറയുന്നവർക്കെല്ലാം അവിടെ ഇരുന്ന് പറയാമെന്നുള്ള കാര്യമുള്ളൂ. നമ്മുടെ സാഹചര്യം എനിക്ക് പറയും, പണ്ടങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കാം. പണ്ടത്തെ അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. പണ്ടങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് ഇപ്പം ആരും അങ്ങനെ ചെയ്യുന്നവരും ഇല്ല. അപ്പം പിന്നെ അങ്ങനെയും പറയാനില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ തുടങ്ങി. വേറെ നിവൃത്തിയൊന്നും ഇല്ലാണ്ടാ. ഞാൻ അതുവരെ എൻ്റെ പോളിസി ആയിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങളെ മൊബൈൽ കാണിച്ച് വളർത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതിന് വേറൊരു കാര്യം. അപ്പം അങ്ങനെ അവൾ മൊബൈൽ നോക്കിയിട്ടൊക്കെ ആയിരുന്നു ചോറ് വയ്ക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആണെങ്കിൽ ജോലി ഞാനിവിടെ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. പിന്നെന്താ, 2 പേരെയും കൊണ്ട് ഒന്ന് വയറ്റിലുള്ള കൊച്ചിനെയും ഒന്ന് പുറത്തുള്ള കൊച്ചിനെയും ഇങ്ങനെ മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അവിടെ കാര്യമെല്ലാം നോക്കണമല്ലോ, അവിടെ പുറകെ ഇങ്ങനെ നടക്കണം ആരേലും. അപ്പം എന്തായാലും അവളെ ഫുഡ് കൊടുക്കലും അവിടെ കുളിപ്പിക്കലും അവിടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ 3 മാസമൊക്കെ ആയപ്പോഴത്തേനും ഓണമായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മോളെ കൊണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വന്തമായിട്ട്. കാരണം മോളെ കൊണ്ട് പിന്നെ ബൈക്കിൽ പോക്കും ബസ്സിൽ പോക്കും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിലാണ് പിന്നെ വരവും പോക്കൊക്കെ നടത്തിയത്. പിന്നെ ഞാൻ പോകുന്നതിന് എനിക്ക് അത്രയും ദൂരം പോകുന്നതിന് ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഛർദിൻ്റെ ഗുളികയുടെ കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് അല്ലാതെ മാനേജ് ചെയ്യാൻ പാടാണ്. ഛർദിച്ച് കിടക്കുകയാണെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടും, പിന്നെ കുഞ്ഞിനെ മാനേജ് ചെയ്യലും അതെല്ലാം പാടായതുകൊണ്ട്
ഡോക്ടർ എനിക്ക് ഛർദ്ദിൻ്റെ ഗുളിക കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ കഴിച്ചത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ ഛർദ്ദിൻ്റെ ഗുളിക കഴിച്ചിട്ടേ ഇല്ല. ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടോ മോളെയും കൂടെ ഓർത്തിട്ട്. പിന്നെ എനിക്ക് ഛർദ്ദിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോരുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ 7ാം മാസത്തിലാണ് പിന്നെ പോകുന്നത്. 7ാം മാസത്തിൽ പറഞ്ഞാൽ വലിയ ചടങ്ങായിട്ടൊന്നും ഈ പ്രാവശ്യം നടത്തിയില്ല, സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നത് അതിനകത്തായിരുന്നു അടുത്ത കൺഫ്യൂഷൻ വന്നത്. ഹോസ്പിറ്റൽ ആദ്യത്തേത് വെച്ചിട്ട് എനിക്ക് പോകാനേ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ സുജാത മേഡം ഒക്കെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ അവിടുത്തെ ഞങ്ങൾ പിന്നെ തിരക്കിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരക്കിയില്ല. കാരണം മോളെയും കൊണ്ട് ഒന്നാമത് പേപാട് കിട്ടിയില്ലെങ്കിൽ മോളെയും കൊണ്ട് നിൽക്കാൻ പാട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നോക്കിയത്. അപ്പം നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജാണ് ഉള്ളത്, ചായലോട്. അപ്പോൾ അവിടെ നോക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഷേർലി മേഡം പണ്ട് മുതലേ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് മുതലുള്ള ഗൈനക്കാണ്. അപ്പോൾ ഷേർലി മേഡത്തെയും കാണിക്കാമെന്നാണ് കരുതിയത് കേട്ടോ. അപ്പം പിന്നെ ഏട്ടനുള്ളപ്പോൾ തന്നെ ഷേർലി മേഡത്തിനെയൊക്കെ പോയി കണ്ടു. മറ്റേ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കാരുണ്യയുടെ ഹെൽത്ത് ഇൻഷുറൻസ്. അതൊക്കെ എൻ്റെ പേര് വീട്ടിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം വീട്ടിലൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ കാരുണ്യയുടെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഏട്ടൻ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെ വേദുകുളിക്ക് ബഹളം വെക്കരുതെന്നും. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ 7ാം മാസത്തിൽ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്ര അലമ്പ് കാണിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്നേ പോകുന്നത്. എന്നിട്ട് പിന്നെ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. പിന്നെ ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ വരുന്നത്. മോളെ ചേച്ചി ഞാനിവിടെ ആയിരുന്നു പോകുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോകുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഫസ്റ്റിൽ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് 8 മാസം ആയപ്പോഴത്തേനും. പക്ഷേ ഈ പ്രാവശ്യം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അന്ന് ഷുഗറിൻ്റെയും നോർമലായിരുന്നു. അങ്ങനെ നോർമലായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നിരിക്കുന്നത് മാർച്ച് 9-നാണ് കേട്ടോ. അന്ന് ശിവരാത്രിയുടെ ദിവസമാണ്. മാർച്ച് 9-ന് ഡ്യൂ ഡേറ്റ് തന്നത്. എന്തായാലും അത്രയും പോകത്തില്ലെന്ന് ഉറപ്പാണ്. ഫസ്റ്റിലത്തെ ഇത്രയും ദിവസം ഗ്യാപ്പ് വന്ന 10 ദിവസത്തോളം ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും സെക്കൻഡ് അത്രയും പോകത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റ് എനിക്ക് ലാസ്റ്റ് ചെക്കപ്പിന് പോയിട്ട് എനിക്ക് PV ഒക്കെ ചെയ്തു. ലാസ്റ്റ് ചെക്കപ്പ് അല്ല, അതിനിടയ്ക്ക് ചെക്കപ്പിന് പോയപ്പം PV ചെയ്തു കേട്ടോ. അതിൻ്റെ 2 PV ചെയ്തു. അന്ന് എനിക്ക് അവർ BP നോക്കിയപ്പം എനിക്ക് സാധാരണ നോർമലി കുറവാണ് BP വരാറ്, നോർമൽ പോലും വരാറില്ല കേട്ടോ. നോർമൽ അങ്ങനെ ഒത്തിരി വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നോക്കിയപ്പോൾ എനിക്ക് BP ഹൈ. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പം ഡോക്ടർ ഇതിൻ്റെ എന്നിട്ട് അത് സാധാരണ അവിടുത്തെ നേഴ്സാണ് നോക്കാറ്. അന്ന് എന്ത് ചെയ്തു, അന്ന് അവരെ മറ്റേ പഠിക്കുന്ന പിള്ളേരില്ലേ, MBBS പഠിക്കുന്ന പിള്ളേർ, ഒരു കൊച്ചുണ്ട്, ഒരു ചെറുക്കൻ, അവനെ കൊണ്ടാണ് നോക്കിച്ചേട്ടോ. അപ്പം BP കൂടുതൽ. എന്നിട്ട് എന്നോട് പറഞ്ഞു ലേബർ റൂമിൽ പോയിട്ട് അവർ 5 മണി വരെ, ഞാൻ 10 മണിക്ക് അങ്ങോട്ട് പോയതാന്ന് തോന്നുന്നു. എന്നിട്ട് 5 മണി വരെ അവിടെ ഒബ്സർവേഷൻ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. BP ഇങ്ങനെ കൂടാൻ പാടില്ല പ്രഗ്നൻസി സമയത്ത്. അപ്പോൾ അവിടെ പോയി ഒബ്സർവേഷൻ നിൽക്കാൻ. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഒബ്സർവേഷൻ നിൽക്കാൻ പറഞ്ഞു, 5 മണി വരെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്ന്. അപ്പോൾ അവിടെ പോയിട്ട് അവർ കുഞ്ഞിൻ്റെ അനക്കവും ഇടയ്ക്ക് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിൻ്റെ അനക്കവും നോക്കണം, അതുപോലെ BP നോക്കണം. അപ്പം ഞാൻ നേരെ ലേബർ റൂമിൽ പോയപ്പം അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് BP നോർമലി കുറവ്, നോർമൽ സാധാരണ നിൽക്കുന്ന പോലെ തന്നെ നോർമലി കുറവ്, ഇച്ചിരി കൂടെ കുറവ്. അപ്പോൾ അവരെന്നോട് വെച്ചാൽ ആരായി ടെസ്റ്റ് ചെയ്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ ഒരാളാണ് ടെസ്റ്റ് ചെയ്തത്, പഠിക്കുന്ന കൊച്ചാന്ന് തോന്നുന്നു, അവരാ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ലല്ലോ, ഇപ്പം BP ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ 3 times പറഞ്ഞിട്ടുണ്ട്, ചെല്ലുന്ന സമയത്തും പിന്നെ ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരം 5 മണിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു ആ സമയത്ത് കേട്ടോ. ഡോക്ടറിന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്തോ ആവശ്യത്തിന് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെന്താ ചെയ്യുന്നത്, പിന്നെ അവിടെ കിടന്നു. അപ്പം പിന്നെ ഏട്ടനെ വിളിച്ചപ്പം BP കൂടുതലാന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഇതുപോലെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ 5 മണി വരെ കിടക്കണമെന്ന് പറഞ്ഞു എന്ന്. അപ്പോഴത്തേന് ഏട്ടനും ടെൻഷനായിപ്പോയി കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ വരാമെന്ന്. ഏകദേശം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഡേറ്റ് അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ വരാമെന്ന് പറഞ്ഞു.
അപ്പം എന്തായാലും ഏട്ടൻ പോരുമെന്ന് ഞാനും പറഞ്ഞു കേട്ടോ, എന്തായാലും BP കൂടാൻ അങ്ങനെ അഡ്മിറ്റ് ആകുന്നല്ലോ. അപ്പോഴത്തേനും ചേട്ടനും വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ചേട്ടനില്ലായിരുന്നു. അപ്പം ചേട്ടനും വരുന്നുണ്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അന്ന് വന്നു. ചേട്ടൻ അന്ന് അതിൻ്റെ തലേദിവസമാണോ അന്നാണോ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനുണ്ടല്ലോ, അപ്പം ചേച്ചി അതിൻ്റെ കൂടെ വന്നത്. അപ്പം ചേട്ടൻ വന്നിട്ട് ചോറൊക്കെ വാങ്ങിച്ചു തരികയും ഉച്ചയ്ക്ക് വാങ്ങിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും എനിക്കാണെങ്കിൽ ഏട്ടൻ വരണം, ഏട്ടൻ ഇല്ലെങ്കിലോ ആ സമയത്ത് ഇല്ലെങ്കിലോ എന്നുള്ള അതുപോലെ മോളെ മാനേജ് ചെയ്യാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല കേട്ടോ. ഈ പറയുന്ന ആരെ കൊണ്ടും മോളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം എനിക്ക് ചേട്ടൻ വരണം എന്ന് ചേട്ടനോട് ഇങ്ങനെ നിർബന്ധം പിടിക്കുകയും ചെയ്തു കേട്ടോ. ചേട്ടൻ അറിയത്തില്ല ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നതെന്ന്. കാരണം മോളെ മാനേജ് ചെയ്യാൻ ചേട്ടനെ കൊണ്ടും പറ്റത്തില്ല. അവളെ പേടിപ്പിച്ച് നിർത്താനേ പറ്റത്തുള്ളൂ, അല്ലാതെ അവളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏട്ടൻ വരണമെന്ന് എനിക്ക് നിർബന്ധം. അപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ്, എനിക്ക് നോർമലായിരുന്നു. 4 മണി ആയപ്പോഴത്തേനും അവർ നോക്കിയപ്പോൾ ഇത് ആരാ ഇത് പറഞ്ഞേ, ഇത് കൊച്ചിന് ഇങ്ങനെ BP ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് അനക്കെല്ലാം നോക്കി, അതെല്ലാം ശരിയായി. NSTO അങ്ങനെ എന്താണ്ടാ പറയുന്നത് കേട്ടോ. ആ കുഞ്ഞിന് അനക്കെല്ലാം നോക്കി, എല്ലാം നോർമലാണ്, എനിക്ക് BP സാധാ പോലെ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, അവർ ഒരാഴ്ചത്തേന് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് BP ചെക്ക് ചെയ്തിട്ട് എഴുതിയിട്ട് അടുത്ത ചെക്കപ്പിന് വരുമ്പം ഡോക്ടറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം 9 മാസം ആയതുകൊണ്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പിറ്റേ ദിവസം, അപ്പോൾ ഏട്ടൻ രാവിലെ വന്നു. അന്ന് രാത്രി വണ്ടി കയറിയിട്ട്, നമ്മൾ കാറുണ്ടല്ലോ, വണ്ടി കയറിയിട്ട് വെളുപ്പിന് ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്ന് 10 മണിയായപ്പോൾ നമ്മുടെ ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ കൊണ്ട് BP നോക്കി. അപ്പം BP സാധാരണ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് കൂടുതലായി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അയാൾ നോക്കിയത് തന്നെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ, അപ്പം നോക്കിയാന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യം നോക്കിയാൽ മതി. അപ്പം അന്ന് നോക്കി, അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസം നോക്കണം, അങ്ങനെ കേട്ടോ. അപ്പം എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് വീട്ടിൽ പോയി. കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഏട്ടൻ എന്തോ ആവശ്യത്തിന്, അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ആവശ്യത്തിന് ഏട്ടൻ അടൂർ വരെ പോയിട്ട് ഞാനാണെങ്കിൽ, അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് റെഡിയായി നിൽക്കുക, അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി BP നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ തിരിച്ച് കുളിക്കാൻ വേണ്ടി പോയപ്പം മറ്റേ മ്യൂക്കസ് പ്ലഗ്, അപ്പം ഞാൻ എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് പോയി എന്ന് വെച്ചാൽ അത് നമ്മൾ ബേബി ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന സാധനമാണ്. ആ സംഭവം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ, അതിൻ്റെ കൂടെ ബ്ലഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പെട്ടെന്ന് വായേട്ടാ ഇതുപോലെ ഇത് പോകുന്നുണ്ട്. അപ്പം അമ്മയും പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഏട്ടൻ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ അന്ന് മുതൽ ലീവാണ്. പിറ്റേ ദിവസം മുതൽ അന്ന് ഞാൻ പോകുന്നതിൻ്റെ ഉച്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അപ്പോൾ ഡോക്ടർ പോവാം. അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ, ഡോക്ടറും ഇല്ല, എൻ്റെ ഡോക്ടറും ഇല്ല, എന്ത് ചെയ്യാം. അപ്പോൾ ഡോക്ടറാണ് വിജയദേവി എന്ന് പറഞ്ഞാൽ വേറെ ഡോക്ടറുണ്ട്. ആ മേഡത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നിട്ടേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. എല്ലാം സെറ്റാക്കി ഏട്ടൻ്റെ മോളോടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പം റൂമിൽ ഞാനും ഏട്ടൻ്റെ മോളൂടെ. അപ്പം അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് രാത്രി എല്ലാവരും ബേബിയുടെ അനക്കം നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, BP ഒക്കെ നോർമലാണ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പോയി. അതിനിടയ്ക്ക് അന്ന് രാത്രി തന്നെ മറ്റേ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, ഷേവൊക്കെ ചെയ്ത്. മറ്റേ ഓപ്പറേഷൻ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒന്നാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന പേടി എന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പം ഓപ്പറേഷൻ എങ്ങനെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷേ എനിക്കത് മോളുള്ളതുകൊണ്ട് അത് നല്ലതായിട്ട് തന്നെ തോന്നി. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഫെബ്രുവരി 21 ആയപ്പോഴത്തേനും അഡ്മിറ്റായിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇത് പോകുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അവർ മാക്സിമം നോക്കാം, പെയിൻ വരുന്നുണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം 2 ദിവസം 22, 23
എന്ത് ചെയ്തു, നൈറ്റ് എന്നെ ലേബർ റൂമിലോട്ട് തന്നെ ലേബർ റൂമിലാക്കാന്ന് പറഞ്ഞു കേട്ടോ, ഒബ്സർവേഷന് വേണ്ടിയിട്ട്. അല്ല, അന്ന് ഞാൻ ചെന്ന ദിവസവും ഞാനന്ന് ലേബർ റൂമിലായിരുന്നു രാത്രിയിൽ. എനിക്കാണെങ്കിൽ രാത്രി മോളെ വിട്ടിട്ട് പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. മോളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഒറ്റയ്ക്കാക്കുന്നല്ല, ഏട്ടൻ്റെ കൂടെ ആക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ മോളെ വിട്ടിട്ട് കുറച്ച് നേരമെങ്കിലും കിടക്കാൻ പോകുന്നത്. അവളെങ്ങനെ ഒറ്റയ്ക്ക് ഏട്ടൻ്റെ കൂടെ ഉറങ്ങുമോ അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയൊന്നും ഉറങ്ങിയിട്ടില്ല അവൾ ഒറ്റയ്ക്ക് ഏട്ടൻ്റെ കൂടെ. അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ചൂടുപണി വന്നോ? അവിടെ എന്താണ് മച്ചി? അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഞ്ഞിനെ അനക്കം നോക്കാൻ വേണ്ടിയിട്ടാണ് ലേബർ റൂമിലോട്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ലേബർ റൂമിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ആരുമില്ല. ഫോണൊക്കെ എനിക്ക് യൂസ് ചെയ്യായിരുന്നു കേട്ടോ രാത്രിയിൽ. മോളോട് ഉള്ളതുകൊണ്ട് അവർ എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു, ഫോണൊക്കെ വിളിച്ച് നോക്കിക്കോ, വഴക്കുണ്ടോ നോക്കിക്കോ, അങ്ങനെയൊക്കെ. പകൽ അവരെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റാക്കും. എന്നിട്ട് രാത്രിയിൽ ഞാൻ വന്ന് ഒബ്സർവേഷൻ നടക്കണം. അപ്പം അങ്ങനെ 21 അഡ്മിറ്റായി. 22 തീയതി അതുപോലെ തന്നെ നൈറ്റ് അവിടെ കിടന്നു. 23 പകലും എനിക്ക് തോന്നുന്നു കുറേ സമയം ഞാൻ അവിടെ കിടന്നു. പിന്നെ 23 രാത്രി ആയപ്പോഴത്തേനും ഏകദേശം നാളെ നമുക്ക് ട്രിപ്പ് ഇടാമെന്നുള്ള ഇത് വന്നു കേട്ടോ. 24 തീയതി നമുക്ക് രാവിലെ ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. ട്രിപ്പ് ഇടാം, അതുപോലെ ഗുളിക വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 24 തീയതി രാവിലെ 5 മണിക്ക് മറ്റേ ജൂനിയർ ഡോക്ടർ വരും. അപ്പം ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. എന്നെ PV ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 ഫിംഗർ ഓപ്പണാണ്. അപ്പോഴേ 2 ഫിംഗർ ഓപ്പൺ അല്ലേ, 2 ഫിംഗർ ഡയലേഷൻ ഉള്ളപ്പം എന്തായാലും ഉടനെ കാണുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഏട്ടനെയൊക്കെ വിളിച്ചു വരുത്തിയത്. എന്തായാലും നന്നായി ഏട്ടനെ വിളിച്ചു വരുത്തിയത്. അപ്പം പിന്നെ രാത്രി ജൂനിയർ ഡോക്ടർ വന്ന് നോക്കിയപ്പം ഇതുപോലെ കുറച്ചുകൂടി ഡയലേഷൻ ഉണ്ട്, അപ്പോൾ കട്ടി കുറയുന്നുണ്ട്, അപ്പം ഡെലിവറിക്ക് സാധ്യത കൂടുതലാണ്, കട്ടി കുറയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ട്രിപ്പ് ഇടാൻ തീരുമാനിച്ചു. പിറ്റേന്ന് 5 മണിയാകുമ്പോൾ ഡോക്ടർ വന്നിട്ട് ഒന്നുകൂടെ പരിശോധിക്കുക, എന്നിട്ട് ട്രിപ്പ് ഇടുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 5 മണിയായി. ഡോക്ടർ വന്ന് പരിശോധിച്ച് എനിമ തരാൻ പറഞ്ഞു. അപ്പോൾ 5 മണിയായപ്പോൾ എനിമ തന്നു. എന്നിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേനും ഒന്നുകൂടെ വന്ന് ചെക്ക് ചെയ്തിട്ട് ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേനും പോയിട്ട് ചായയും എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഏട്ടൻ എന്ത് സാധനം കൊണ്ടുവന്നു, എന്താ പോയിട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ മുടിയൊക്കെ പിന്നി 2 സൈഡ് ഇട്ടിട്ട് അവരുടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. പോയി ഫുഡൊക്കെ കഴിച്ച്, അങ്ങനെ ഫുഡ് കഴിച്ച് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ നേരെ ലേബർ റൂമിൽ വന്നിട്ട് അവർ 7 മണി കഴിഞ്ഞപ്പം 7:30 ആയപ്പോഴത്തേനും എനിക്ക് ട്രിപ്പ് ഇട്ടു. പെയിൻ വരാൻ വേണ്ടി ട്രിപ്പ് ഇട്ട് കേട്ടോ. എനിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പെയിൻ വരുന്നുണ്ട്, പക്ഷെ അവരെന്നോട് പറയും ഈ കൊച്ചിന് പെയിൻ ഇല്ലല്ലോ. ഞാൻ ആ പെയിനൊന്നും ഒന്നും അല്ല എന്നുള്ള ബോധം എനിക്കുണ്ടല്ലോ. ഞാനിപ്പം എനിക്ക് കിടക്കും, സഹിച്ചു ചെറുതായിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ വന്ന് 8 മണിയൊക്കെ ആയപ്പോഴത്തേനും വരുന്നേ ഉള്ളൂ. പെയിൻ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. വരുന്നെന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ എന്നോട് കൊച്ചിൻ്റെ അനക്കം നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9 മണി 10 മണിയായി 11 മണിയായി എപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ കൂടി കേട്ടോ. എന്നിട്ട് ഞാൻ മുഖത്തിങ്ങനെ അവർ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇറുക്കി പിടിച്ച് കിടക്കും കേട്ടോ. അവരെന്നോട് എൻ്റെ നിനക്ക് പെയിനില്ലേ, മോൾക്ക് പെയിനില്ലേ അത് കേട്ടോ. ഞാൻ പറയും എനിക്ക് പെയിനുണ്ട്, അങ്ങനെ പറയും. അപ്പോൾ വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു, മറ്റേ SIT എന്ന് പറഞ്ഞൊരു ഡോക്ടർ. എനിക്കറിയത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ അറിയുന്നൊരു ചേച്ചി, ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ഒന്ന് കാര്യം പറയും, മറ്റേ എല്ലാവരും വന്ന് കാര്യം പറയും, സംസാരിക്കുകയും നേഴ്സുമാരൊക്കെ വന്ന് സംസാരിക്കുകയും. എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു ഇവിടുന്ന് കേട്ടോ. പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ എത്ര പൈസ കൊടുത്തിട്ടാണെന്നോ എങ്ങനെ കൊടുത്തിട്ടായാലും എന്തായാലും മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ആ പൈസയുടെ ബലത്തിലായിരിക്കും അവർ പെരുമാറുന്നത്. എന്തായാലും ലേബർ റൂമിൽ കിടക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നേഴ്സുമാർ ഇവിടെ വന്ന് പഠിക്കേണ്ട അവസ്ഥ കേട്ടോ. അതേപോലെ അവർ നല്ലപോലെ എന്നോട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണിയായിട്ട് എനിക്ക് വേദനയുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഈ സെക്കൻഡ് ഡെലിവറി ആയിട്ട് ഇത്രയും സമയം എടുക്കുന്നല്ലോ, രണ്ടാമത്തെ അല്ലേ. അപ്പോൾ എന്നോട് ചോദിച്ചു ആദ്യത്തേന് എത്ര മണിക്കൂർ പെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ, 15 മണിക്കൂർ കൂടുതൽ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ മെഡിക്കൽ കോളേജ് കൂടെ ആയതുകൊണ്ട്, ഞാൻ പോയത് മെഡിക്കൽ കോളേജ് കൂടെ. അപ്പം കോളേജിൽ പിള്ളേരോടുണ്ട്,
ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോളേജ് പിള്ളേരോട് ഉണ്ട് കേട്ടോ. അവർ പിന്നെ ഈ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള നാണം അതൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ പിള്ളേരും ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. അങ്ങനെ സമയം എത്ര 1 മണി കഴിഞ്ഞു, 2 മണി. അപ്പോൾ അവർക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ 2 മണിയായപ്പോൾ മറ്റേ എന്നോട് കാര്യം പറഞ്ഞ ഡോക്ടർ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് എൻ്റെ അപ്പുറത്തിടുന്ന കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവർ സിസേറിയൻ ചെയ്തിട്ടാ 3+ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിസേറിയൻ ചെയ്ത് കൊച്ചിന് 2.5+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വിജയദേവി മേഡം പോയിട്ട് സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു 2:30-2:15 ആയപ്പോഴത്തേനും എന്നോട് പറഞ്ഞ ഏകദേശം ആയിട്ടുണ്ട്, എങ്കിൽ നമുക്ക് ടേബിളിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ടേബിളിൽ പോയി. അപ്പോഴത്തേനും എൻ്റെ സൗണ്ടൊക്കെ പൊങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്രയും എനിക്കൊരു ഞാൻ അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് അത്രയും എനർജി പോയിട്ടില്ലായിരുന്നു. അപ്പം നേരെ ടേബിളിലോട്ട് പോയി. അപ്പോൾ എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം പെയിൻ ഉണ്ടായിരുന്നു. പെയിനിനേക്കാളും ഫസ്റ്റിലത്തേന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അത്രയും നേരം ഞാൻ പെയിൻ സഹിച്ചുകൊണ്ട് അവരെയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ അവളെ പ്രസവിച്ചത്. അപ്പോൾ ഈ സെക്കൻഡിന് പക്ഷേ എനിക്ക് അത്ര ഊർജ്ജമുണ്ട്. അവരെന്നെ ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല കേട്ടോ. എന്നോട് ഇങ്ങനെ പുഷ് ചെയ്യുന്നു പറയുന്നതല്ലാതെ അതല്ലാതെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കുറേ തളർന്നു പോയി കേട്ടോ. കുറേ സമയം എടുത്തു. വീണ്ടും പുഷ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ ഇറങ്ങി വന്നത്. എൻ്റെ പൊന്നാട് മോന് അമ്മയുടെ തക്കയുടെ വാവ. അപ്പം എനിക്കാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ പെൺകുട്ടി ആയിരിക്കും തന്നെ കേട്ടോ ഞാൻ കരുതിയത്. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ കരുതിയത് പെൺകുട്ടി ആയിരിക്കുമെന്ന്. കാരണം ഞങ്ങളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പെൺപടകളല്ല. അതുകൊണ്ട് പെൺകുട്ടി ആയിരിക്കുമെന്ന് ഞാൻ കരുതി. അതുമല്ല, എനിക്ക് ഫസ്റ്റിലത്തെ ആൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിയുടെ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ആഗ്രഹമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല കേട്ടോ. ഏതായാലും സ്വീകരിക്കാം. പിന്നെ പെൺകുട്ടി ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഇവൻ പുറത്ത് വന്നിട്ട് ഡോക്ടറിനോട് ഏത് കുട്ടിയാണെന്ന്, ഡോക്ടർ തമിഴൂടെ മിക്സ് സംസാരിക്കുന്നത്. ഡോക്ടർ തമിഴത്തെയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഡോക്ടർ തമിഴ് മലയാളോടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഏത് കുട്ടിയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഏത് കുട്ടിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബോയ് ബേബിയാന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് ഭയങ്കര ഞാനതിന് ചിരിക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തേന് എനിക്ക് മോള് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര ഒരു വികാരം ഇല്ലായിരുന്നു. അത്രയും പെയിൻ അനുഭവിച്ചിട്ട് അവൾ വന്ന് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ എനിക്കൊരു വികാരമില്ല. പക്ഷെ ഇത് ബോയ് ബേബിയാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു കേട്ടോ. ഭയങ്കര ചിരിയായിരുന്നു അല്ലാതെ ആൺകുട്ടിയുടെ പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കറിഞ്ഞൂടാ, ആദ്യത്തെ മോളായതുകൊണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി മോനാന്ന് പറഞ്ഞപ്പം ഒരു ഇത് വന്നത്, ഒരു റിയാക്ഷൻ വന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആ സമയത്ത് വന്നു കേട്ടോ. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. എന്തിനാ ചിരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എന്നോട് ബോയ് ബേബിയാന്ന് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ചിരിച്ചു. എന്നിട്ട് സ്റ്റിച്ചിടുന്നതിനൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ സ്റ്റിച്ചിടലും അതെല്ലാം കഴിഞ്ഞു. പിന്നെ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂമിലോട്ട് പോകാം. അങ്ങനെ കേട്ടോ. അപ്പം എന്നെ ലേബർ റൂമിൽ തന്നെ അവർ കിടത്തിയത് പാസ് ചെയ്ത് കുളിച്ച് യൂറിൻ പാസ്സൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഫ്രഷായിട്ട് റൂമിലോട്ട് മാറ്റി കേട്ടോ. പിന്നെ എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തേനകത്ത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭയങ്കര ബഹളവും ലഹളയൊക്കെ ആയിരുന്നു. അത് ഈ ഹോർമോൺ ചേഞ്ച് പ്രശ്നം. അത് എനിക്കാണെങ്കിൽ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ ചെല്ലുമ്പം എനിക്ക് ഭയങ്കര വിഷമവും വിഷമവും. അത്രയും ദിവസം എൻ്റെ മോളെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ ഇവളോട് അവനെ കാണുമ്പോൾ അവൾക്കുള്ള ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അവനെ തൊടണം, പിടിക്കണം. അതുപോലെ എന്നെ കാണാതെ കണ്ടപ്പോൾ അവൾക്ക് എന്നെ മടി കയറി ഇരിക്കണം, എൻ്റെ കൂടെ കിടക്കണം, എൻ്റെ കൂടെ ഇരിക്കണം, അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പം എല്ലാവരും ഇങ്ങനെ എതിർത്തു. അയ്യോ ഇപ്പോഴേ എടുക്കണ്ട, അപ്പോഴേ ചെയ്യണ്ട, അങ്ങനെ എടുക്കണ്ട, അങ്ങനെ നിൽക്കണ്ട, അങ്ങനെ നിൽക്കണ്ട. എനിക്ക് പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര
എന്തൊക്കെയോ ഫീലിങ്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു, ഞാൻ ഭയങ്കര കരച്ചിൽ, ഞാൻ ഭയങ്കര ദേഷ്യപ്പെടൽ. ഞാൻ ചേട്ടനോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. ചേട്ടൻ പിണങ്ങിയൊക്കെ പോയൊക്കെ ചെയ്തു ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട്. പക്ഷെ ആ സമയം ആരും മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഏട്ടൻ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ അറിയാം. കുറേയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലോ അങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ഏട്ടനിങ്ങനെ അറിയാമല്ലോ. പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും ഒക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരാകുമ്പം പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അത്ര ഫീലിലൊന്നും ഞാനങ്ങനെ മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല പറയുന്നതെന്നുള്ളത് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചേട്ടൻ്റെ അടുത്തായാലും അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ റിയാക്ഷൻ വരാത്ത ആളാണ് ഞാൻ. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ അത് ഭയങ്കര വിഷമമായി കാണും. അപ്പോൾ എന്നെ പിണങ്ങിയൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷെ എൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മനസ്സിലെല്ലാം കൂടി ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. എൻ്റെ മോളെ എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ തലേദിവസം വരെ ഞാൻ എൻ്റെ മോളെ എടുത്തുകൊണ്ട് നടന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്തുനിന്ന് അവളെ അകത്തി നിർത്തുന്നു. അവളെ എടുക്കാൻ പറ്റുന്നില്ല, അവളെ എൻ്റെ അടുത്തിരുത്താൻ പറ്റുന്നില്ല. അവൾ എൻ്റെ മടിയിരിക്കുമ്പോൾ അവരിങ്ങനെ പറയുക. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നം കുറേ കൂടെ ഓട്ടം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വിഷമമുണ്ട്, അതിൻ്റെ കൂടെ അതുകൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര കരച്ചിലും, ഞാൻ ഭയങ്കര പൊട്ടിത്തെറിയും ബഹളവും, ഏട്ടൻ്റെ അടുത്ത് ദേഷ്യപ്പെടൽ, അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടൽ, അവർക്ക് അങ്ങനെ ആ സമയത്ത് ആ ഒരു ദിവസം കേട്ടോ, ആ ഒരു ദിവസം ഉള്ളായിരുന്നു അങ്ങനെ അത്രയും പ്രശ്നം. അതങ്ങ് മാറി കേട്ടോ. രാത്രി പിന്നെ വിളിച്ച് ഞാൻ കരയും ബഹളം കരയുകയും പറയും ഇങ്ങനെ ആ സംഭവം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരയുമ്പോഴെല്ലാം ഞാൻ ഇച്ചിരി ഉറക്കെ സംസാരിക്കുമ്പോഴെല്ലാം അമ്മ ഇവിടെ നിന്ന് എന്നെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെ സംസാരിക്കരുത്, പ്രസവം കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കരുത്. നമ്മുടെ ഫീലിങ്സ് ആ സമയത്ത് അത് പറഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയും. അത് അത്രയും സമയം ആരും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ അതങ്ങ് പോവും കേട്ടോ. ഇനിയും ഡെലിവറിക്ക് നിൽക്കുന്നവർ വീട്ടുകാർ കേൾക്കുവാണെങ്കിലും അവർ കേൾക്കാൻ കൂടെ ഞാൻ പറയുന്നത്, അത്ര സമയം അവരങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണെങ്കിൽ അത് ഇതിൻ്റെ സംഭവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കഴിയാവുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ സ്റ്റെറിലൈസേഷൻ പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ കരുതിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും മതിയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും പറ്റൂല, ഇനി വേദന സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് PPS ചെയ്യുന്നത്. അപ്പോഴത്തേനും എൻ്റെ ഡോക്ടർ വന്നു കേട്ടോ. എൻ്റെ ഡോക്ടർ അതൊക്കെ ചെയ്തത്. അപ്പം അത് മറ്റേ സ്പൈനൽ അനസ്തേഷ്യ ആയിരുന്നു എനിക്ക് തന്നത്. സ്പൈനൽ അനസ്തേഷ്യാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, ജനറൽ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് പക്ഷേ സ്പൈനൽ തന്നെ ആയിരുന്നു തന്നത്. നട്ടൽ വളച്ചിട്ട് നടുവിനായിരുന്നു ഇഞ്ചക്ഷനൊക്കെ തന്നത്. നമ്മളിങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ ആണല്ലോ. അപ്പം ഞാൻ മറ്റേ ലേബർ റൂം, എനിക്ക് ഡെലിവറിയൊക്കെ നോർമലാണ്, നമുക്ക് അതിൻ്റെ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ കാണുമ്പോഴത്തേനും ഓപ്പറേഷൻ തിയേറ്ററിന് അതോട്ട് പോകുന്ന എന്തൊക്കെ സ്റ്റെപ്പുകളാണെന്നോ. കുറേ പോയിട്ട് വേറെ റൂമിൽ കയറിയിട്ട് അവിടുന്ന് വേറെ റൂമിട്ട് അവിടുന്ന് വേറെ റൂമിട്ട് അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ ഇവിടുന്നേ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് ടെൻഷൻ കൂടി ഏതോ ഗുഹയ്ക്കകത്തോട്ട് കയറിയിട്ട് വീണ്ടും അങ്ങനെ ഗുഹയ്ക്കകത്തോട്ട് കയറിയിട്ട് പിന്നെ നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ്. ഞാൻ ഏട്ടനോട് ഇറങ്ങിയിട്ട് വന്നു, ആ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ പാതി ബോധം പോകും. അതേപോലെ ലൈറ്റിങ് സംഭവങ്ങൾ എൻ്റെ കീഴിൽ കിടത്തിയിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നു. കണ്ണ് കെട്ടുന്നു, കണ്ണും മറ്റേ ഇത് വെച്ചിട്ട് മറയ്ക്കും, പ്ലാസ്റ്റിക് വെച്ചിട്ട് കെട്ടുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നു. അപ്പം പിന്നെ ഈ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം, പക്ഷേ വേദന അറിയത്തില്ല. സ്പൈനലല്ലേ, സ്പൈനൽ മയങ്ങിപ്പോകത്തില്ലല്ലോ. അപ്പോൾ എല്ലാം അറിയാൻ പറ്റും, കാണത്തില്ല, കണ്ണ് കെട്ടി വെച്ചേക്കുക, അതുകൊണ്ടൊന്നും കാണത്തില്ല. പിന്നെ ഇങ്ങനെ കീറിയിട്ട് എന്തൊക്കെ ചെയ്തു വന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു, കസ്തൂരി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം പിന്നെന്താ, അവിടുന്ന് ഇതുപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ട് നമ്മളെ വിടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വിടും, നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വിടും കേട്ടോ. അന്ന് മൊത്തം ഒന്നും കിടത്തൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പം മോന് ഇടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഫീഡ് ചെയ്തിട്ട് ഒരു കൊച്ചു നേഴ്സാണ് വന്നത്. അപ്പം അവർ വന്നിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ഇടയ്ക്ക് പോവും. അപ്പോൾ എനിക്കിത് ഈ നമ്മൾ നടുവിന് വയറിൻ്റെ താഴോട്ടൊന്നും അറിയുന്നില്ലല്ലോ. എനിക്ക് കൈ അനക്ക് നമുക്ക് മേളിലോട്ട് അനക്കാൻ പറ്റുന്നുണ്ട്, ഇവിടുന്ന് മേളിലോട്ട് അനക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് താഴോട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഫീഡ് കൊടുക്കാനൊക്കെ ആ മോളെ സഹായിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും റൂമിലാക്കിയിട്ട് 2 ദിവസം ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയുന്നൊരു വേദന ഉണ്ടല്ലോ, അത്
സഹിച്ച് വെച്ച് വലിയുന്നൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ആദ്യത്തെ ദിവസം എന്നെ പിടിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് പിന്നെ പറയാൻ പറഞ്ഞാൽ എനിക്ക് ഈ PPSൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോട്ടമിയുടെയോ അതിൻ്റെയോ ഒന്നും എപ്പിസോട്ടമിയുടെ അല്ലെങ്കിൽ PPSൻ്റെ ഒന്നും സ്റ്റിച്ചിന് വേദന ഇല്ലായിരുന്നു. ആദ്യത്തേനുണ്ടായിരുന്നു. ഫസ്റ്റിനകത്തേന് എപ്പിസോട്ടമിയുടെ ആ വൂണ്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിൻ്റെ ഒരു 28 കഴിയുന്നതിന് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സെക്കൻഡിന് 2 വേദന എനിക്കില്ലായിരുന്നു. പക്ഷെ അതിനോട് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, നല്ല ഗ്യാസ്. ഞാൻ ചോദിച്ചു ഇനി വേറെ വല്ല പ്രശ്നമാണോ, ഇനി ഇവർ PPS ചെയ്യാൻ വേണ്ടി വയറ് തുറന്നപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ, അതിനകത്ത് വല്ല പഞ്ഞിയാണോ വെച്ച് അടച്ചാണോ, അങ്ങനെയൊക്കെ ഞാൻ കരുതിട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നം അത്രയ്ക്ക് നല്ല വേദനയായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ ഡോക്ടർ ഗുളികയൊക്കെ തന്നിട്ടോ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡോക്ടറിനെ കാണാൻ വേണ്ടി എത്ര ദിവസം കഴിഞ്ഞിട്ട് വരണമായിരുന്നു. അപ്പം ഇതുപോലെ ഗുളികയൊക്കെ തന്നു. അതിന് മുമ്പ് ഗുളിക നമുക്ക് തരുമല്ലോ, ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത് ടാബ്ലറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ അങ്ങനെ പോയി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് മഞ്ഞയായിരുന്നു. ഇവന് മഞ്ഞ ആദ്യത്തെ ദിവസം അവർ ഫോട്ടോ തെറാപ്പിയോ ആ സംഭവത്തിന് വേണ്ടിയിട്ട് NICU കെട്ടി ആ ലൈറ്റിൻ്റെ ചോട്ടി കടത്തിയേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് മഞ്ഞ. ഞങ്ങൾ പോരാൻ നേരത്ത് ടെസ്റ്റ് ചെയ്തപ്പം അവന് മഞ്ഞ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അഡ്മിറ്റാക്കി. 2 ദിവസം വീണ്ടും അവനെ കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ അവർ ഡിസ്ചാർജ് ആയിട്ട് പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തപ്പം വീണ്ടും മഞ്ഞ. പിന്നെ വീണ്ടും അഡ്മിറ്റാക്കി, വീണ്ടും 2 ദിവസം കിടന്നു. ഇവനെയും കൊണ്ട് ഞങ്ങൾ മഞ്ഞയായിട്ട് കുറേ ദിവസം കിടന്നു ആശുപത്രിയിൽ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവനെ മഞ്ഞയായിട്ട് അവിടെ NICU കൊണ്ട് കിടത്തിയേക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും, ഫീഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ ഇവൻ്റെ സമയത്ത് കുറേ ആശുപത്രി വാസം അങ്ങനെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. മഞ്ഞ കൂടിയിട്ട് തന്നെ കുറേ ദിവസം അധികം കിടക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ മുൻകൂട്ടി മനസ്സിൽ വിചാരിച്ച പോലെ ഞാൻ വേദ കുളിക്കുന്ന സമയത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് തന്ന കഷായവും മരുന്നും ആഹാരവും എല്ലാം ഞാൻ കറക്റ്റായിട്ട് കഴിച്ചു. പിന്നെ ഈ പ്രാവശ്യം ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്രാവശ്യം അമ്മ പോയി ഡോക്ടറിനോട് ചോദിച്ചു എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ തരാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം എനിക്ക് തന്നു കേട്ടോ. അതുകൊണ്ട് ആ കഴിക്കുന്ന പ്രശ്നത്തിലും എനിക്കങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. അതുപോലെ ഞാൻ അമ്മ തന്ന കഷായമൊക്കെ കുടിക്കുകയും അമ്മയോടൊന്നും വലിയ ബഹളത്തിനൊന്നും പോയില്ല. പിന്നെ എൻ്റെ സ്വഭാവത്തിനുള്ള ബഹളമൊക്കെ വെച്ചെന്നല്ലാതെ വലിയ ബഹളത്തിനൊന്നും ഞാൻ ഇപ്രാവശ്യം പോയില്ല കേട്ടോ. വേദ കുളിക്കാനും മോനെ കുളിപ്പിക്കാനും അപ്പച്ചിയായിരുന്നു, അച്ഛൻ്റെ പെങ്ങളായിരുന്നു. അപ്പോൾ അപ്പച്ചിയായിരുന്നു എന്നെ കുളിപ്പിച്ചത്. ആദ്യത്തെ തവണ അമ്മ തന്നെ ആയിരുന്നു കേട്ടോ. 2ാമത്തെ തവണ അപ്പച്ചിയായിരുന്നു 7 ദിവസം വേദ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ വന്നത്. ഞാൻ ബഹളം വെക്കത്തില്ലെന്ന് മനസ്സിൽ ചിന്തിച്ച്, എൻ്റെ അമ്മയായിരുന്നെങ്കിലും ബഹളം വെക്കത്തില്ലെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് വന്നത്. എന്തുവായാലും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നതെന്നുള്ള ബോധം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ മൈൻഡൊന്നും നമ്മളെ സമ്മതിക്കത്തില്ല. ഇപ്രാവശ്യം ഞാൻ മൈൻഡ് സെറ്റാക്കി കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അങ്ങനെ വേദ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ 28-ന് വന്ന് ഏട്ടനും വീട്ടുകാരെല്ലാവരും വന്നു. അങ്ങനെ 28ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ആ വയറുവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ വയറുവേദനയുടെ പ്രശ്നം ആ സമയത്തെല്ലാം ഞാൻ ഗ്യാസിന് ഗുളിക കഴിക്കുന്നുണ്ട്. ഗ്യാസിന് ഗുളിക കഴിക്കുമ്പോൾ ഒന്ന് കുറയും. അങ്ങനെ ഒരു 2-2.5 മാസമായപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇതാ എൻ്റെ പൊന്നുമോൻ. ഇതെൻ്റെ മോനെ അമ്മ വേണ്ടെന്ന് വെച്ചതാണ്. എൻ്റെ പൊന്നിന് അമ്മയുടെ മോനെ, അമ്മയുടെ തക്കട് പറയാൻ അമ്മ അഞ്ഞോ, അമ്മയുടെ പൊന്നുമുട്ട്, അമ്മയുടെ കാശിനാടൻ കണ്ടോ. ഞങ്ങൾ കാശിനാട് എന്നാണ് എൻ്റെ മോനെ വീട്ടിൽ വിളിക്കുന്നത്. മോൻ്റെ പേരുണ്ടോ? ധ്രുവികൃഷ്ണൻ. അപ്പോൾ എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 24-ാം തീയതി കേട്ടോ, ഫെബ്രുവരി 24-ാം തീയതി. ഇപ്പം ഞങ്ങൾ 2014 ഫെബ്രുവരി 29 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് മിക്കവാറും 29-ാം തീയതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ആയിരിക്കുമല്ലോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നതെന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നു കേട്ടോ. എന്തായാലും 24-ാം തീയതിയാണ് ഇവൻ ജനിച്ചത്. അവൻ്റെ അച്ഛൻ്റെ ഡേറ്റ് 24, പക്ഷേ ഏപ്രിലാന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ നിർത്തി ഞങ്ങൾ. അങ്ങനെ എൻ്റെ മോനെ അമ്മച്ചി കിട്ടി. അമ്മയുടെ ചുണ്ടയുടെ കുട്ടനെ അമ്മച്ചി കിട്ടി. അമ്മയുടെ പൊന്നു മോനെ അമ്മച്ചി കിട്ടി. അതാട്ടോ എൻ്റെ 2ാമത്തെ ഡെലിവറി എക്സ്പീരിയൻസ്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെ പറയുന്ന ഫ്ലോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഏകദേശം എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് കോമഡിയും കുറച്ച് റിയലിസ്റ്റിക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി.
പിന്നെ എൻ്റെ വീഡിയോയ്ക്കൊന്നും ആരും കമൻറ്റും ലൈക്കൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. ഞാൻ ആദ്യത്തെ ഡെലിവറി സ്റ്റോറി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പം ഇതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. എൻ്റെ മോൻ പറഞ്ഞു ടാറ്റാ, ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ്